1920-കളിൽ ഇന്ത്യയുടെ ജനസംഖ്യ 35 കോടിയായിരുന്നു. എന്നാൽ അതിലാകെ 1 കോടിയോളം ജനങ്ങളോ മറ്റോ മാത്രമായിരുന്നു ചെരുപ്പ് ഉപയോഗിച്ചിരുന്നത്. എന്തിന് ഒളിമ്പിക്സ്, ഫിഫ, വേൾഡ് കപ്പ് മത്സര ഇനങ്ങളിൽ പോലും ബൂട്ട് ധരിക്കാതെ ഇറങ്ങാനായിരുന്നു ദേശീയ കായിക താരങ്ങൾക്ക് പോലും താല്പര്യം. ആ ഇന്ത്യയിലേക്കാണ് 1920-ൽ ഒരു ബോട്ടിൽ ബാറ്റ കമ്പനിയുടെ സഹസ്ഥാപകൻ തോമസ് ബാറ്റ വന്നിറങ്ങിയത്. അദ്ദേഹം അവിടെ കണ്ടത് ചെരുപ്പിടാത്ത ഇന്ത്യക്കാരെ ആയിരുന്നില്ല, ചെരുപ്പിടാത്തവർക്ക് ചെരുപ്പും ഷൂവും വിൽക്കാൻ കഴിയുമെന്ന അവസരത്തെയായിരുന്നു. കുടിൽ വ്യവസായമായി ചെരുപ്പുണ്ടാക്കി വിറ്റ് വർഷത്തിൽ അധിക ദിവസവും പട്ടിണി കിടന്ന ബാലൻ പിന്നീട് വിദഗ്ധമായ തന്ത്രങ്ങളിലൂടെ തൻ്റെ കമ്പനി വളർത്തിയ ശേഷം 1932-ൽ വീണ്ടും ഇന്ത്യയിലെത്തുന്നുണ്ട്. അന്ന് അദ്ദേഹം വന്നിറങ്ങിയത് ബോട്ടിലായിരുന്നില്ല, സ്വന്തം വിമാനത്തിലായിരുന്നു. പിന്നീട് ഇന്ത്യ കണ്ടത് ബാറ്റയുടെ വിപ്ലവമാണ്. ഇന്ത്യക്കാരെ ചെരുപ്പിടാൻ പഠിപ്പിച്ച വിദഗ്ധമായ തന്ത്രങ്ങളാണ്. എന്നാൽ എന്താണ് ബാറ്റയുടെ കഥ? ഒന്നാം ലോക മഹായുദ്ധത്തെയും 1960-കളിലെ ഇന്ത്യയിലെ പ്രതിസന്ധിയെയും എങ്ങനെ ബാറ്റ അതിജീവിച്ചു? നിലവിൽ ഇന്ത്യയിലെ ബാറ്റ വിജയിക്കുകയാണോ അതോ തകരുകയാണോ? നമസ്കാരം, ഞാൻ അനുരാഗ്. ബിസിനസ് ചെയ്യാനും പണം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ഷെയർ ചെയ്യേണ്ട ബാറ്റയുടെ കഥയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായും കണ്ട ശേഷം ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർബന്ധമായും ഓരോരുത്തരും കമൻറ്റിൽ എഴുതണം. കാരണം ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ബാറ്റ മാത്രമല്ല, വിജയിച്ച ഏത് കമ്പനിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും അവർ കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്, പുതിയ നയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കഥകൾ പഠിക്കുന്ന സമയത്ത് മാറാനും വിജയിക്കാനും നമ്മളും തയ്യാറെടുക്കണം. ഇന്നത്തെ കാലത്ത് AI ഉപയോഗിക്കാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയൻസിന് ഒരു 3 അവർ AI ക്രാഷ് കോഴ്സ് സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരം നൽകുകയാണ്. ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 പേർക്ക് മാത്രമാണ് ഈ സൗജന്യ അവസരം ഉള്ളത്. ഈ കോഴ്സിലൂടെ AI ടൂൾസ് ഉപയോഗിച്ച് ജോലി ഓട്ടോമേറ്റ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നല്ല ജോലി അന്വേഷിക്കാനും ശമ്പളം വർദ്ധിപ്പിക്കാനും ഡാറ്റ അനലൈസ് ചെയ്യാനും ബിസിനസ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കാനും എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കാം. പിന്നെ കൂടുതൽ പഠിക്കണമെങ്കിൽ പണമടച്ച് പഠിക്കാനുള്ള അവസരങ്ങളും ഇവിടെ ലഭ്യമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ടെക്, നോൺ ടെക്, സെയിൽസ്, മാർക്കറ്റിംഗ്, ഫൈനാൻസ്, ഏത് മേഖലയാണെങ്കിലും 2025-ൽ 6 ശമ്പളത്തിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കണം. ലിങ്ക് എന്തായാലും ഞാൻ പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്തായാലും ചെക്ക് ചെയ്യാം. നമുക്കെന്തായാലും വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ബാറ്റ എന്ന് കേൾക്കുന്ന സമയത്ത് പലരും വിചാരിക്കുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് ബാറ്റ എന്നതായിരിക്കും. എന്നാൽ ഇതൊരു ഇന്ത്യൻ കമ്പനി അല്ല. ഈ കമ്പനിയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1800-കളിൽ ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായ സ്ലിൻ എന്ന ചെറു പട്ടണത്തിലാണ്. അന്ന് ആ സ്ഥലം ആസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. യൂറോപ്പിലും മറ്റ് പടിഞ്ഞാറൻ രാജ്യങ്ങളിലും വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ധാരാളം ഫാക്ടറികൾ ഉയർന്നു വന്നിരുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ സ്ലിൻ എന്ന ചെറുപട്ടണം അപ്പോഴും അത്രയൊന്നും വികസിച്ചിട്ടില്ലാത്തൊരു സ്ഥലമായിരുന്നു. അവിടുത്തെ ജനങ്ങൾ പ്രധാനമായിട്ടും കൃഷി, ഷൂ നിർമ്മാണം, നെയ്ത്തു വ്യവസായം, പാത്ര നിർമ്മാണം ഇവയൊക്കെ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളായിരുന്നു. യന്ത്രങ്ങളുടെ സഹായമില്ലാതെ കൈകൊണ്ട് പണി കഴിപ്പിക്കുന്ന ഇത്തരം വസ്തുക്കൾ വിറ്റിട്ടായിരുന്നു അവർ ഉപജീവനമാർഗം പോലും നടത്തിയിരുന്നത്. അതേ ചെറുപട്ടണത്തിൽ തന്നെ ഇത്തരത്തിൽ പാരമ്പര്യമായിട്ട് ചെരുപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലെടുക്കുന്ന ഒരു കുടുംബത്തിൽ 1876 ഏപ്രിൽ മാസം 3-ാം തീയതി തോമസ് ബാറ്റ എന്ന കുട്ടി ജനിക്കുകയാണ്. ഒരു അടുക്കളയും ഒരു മുറിയും മാത്രം ഉണ്ടായിരുന്ന വളരെ ചെറിയൊരു വീട്ടിലാണ് ആ കുട്ടി താമസിച്ചിരുന്നത്. ആ മുറി തന്നെയായിരുന്നു അവരുടെ ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയും. തോമസ് ബാറ്റ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ നിർമ്മിക്കുന്ന ചെരുപ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ പാവകൾക്കും മറ്റും ചെരുപ്പുകളെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഗ്രാമത്തിലെ കടകളിൽ അച്ഛൻ ചെരുപ്പ് വിൽക്കുന്ന സമയത്ത് കൂടെ കൊച്ചു ബാറ്റയും പോയിരുന്നു. അങ്ങനെയെല്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ തോമസ് ബാറ്റയ്ക്ക് തൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യ വ്യവസായമായ അല്ലെങ്കിൽ പാരമ്പര്യ തൊഴിലായ ചെരുപ്പ് നിർമ്മാണത്തോട് വലിയ താല്പര്യം വന്നു ചേരുകയാണ്. സഹോദരനും സഹോദരിക്കും തോമസ് ബാറ്റയുടെ സമാന താല്പര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ സ്ലിൻ എന്ന ചെറുപട്ടണത്തിൽ മാത്രമാണല്ലോ ഇവരുടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രദേശവാസികളിൽ ഭൂരിഭാഗവും കൃഷിക്കാരായിരുന്നു. കൃഷിക്കാർക്ക് വിളവെടുപ്പ് സമയത്ത് കിട്ടുന്ന പണം കൊണ്ടാണ് അവർ ഇതുപോലുള്ള ചെരുപ്പും തുണിയും ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്. വിളവെടുപ്പില്ലാത്ത സമയത്ത് ഈ സംഭവങ്ങളെല്ലാം ഒരു ആഡംബരമായിട്ടായിരുന്നു ആ ഗ്രാമത്തിലെ ജനങ്ങൾ കണ്ടിരുന്നത്. മറ്റൊരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ആ പാവങ്ങളുടെ കയ്യിൽ അത്രയ്ക്കുള്ള പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിളവെടുപ്പ് സമയത്ത് കർഷകരായ ജനങ്ങളുടെ പക്കൽ നിന്നുള്ള വരുമാനം മാത്രമായിരുന്നു ആ പട്ടണത്തിലെ തുണി, ചെരുപ്പ് തുടങ്ങിയവ വിൽക്കുന്ന കച്ചവടക്കാരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. അതുകൊണ്ട് തന്നെ വർഷത്തിലെ മിക്ക ദിവസങ്ങളിലും ബാറ്റ കുടുംബത്തിന് കാര്യമായ വരുമാനം ഒന്നും ഉണ്ടായിരുന്നില്ല. മിക്ക ദിവസങ്ങളിലും പട്ടിണിയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. തോമസ് ബാറ്റ വളർന്നു. ഇനിയും സ്ലിൻ എന്ന ചെറുപട്ടണത്തെ മാത്രം ആശ്രയിച്ച് തങ്ങളുടെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ല എന്ന് തോമസിന് മനസ്സിലാവുകയാണ്. 15 വയസ്സായ സമയത്ത് അദ്ദേഹം സ്ലിൻ നഗരം വിട്ട് വിയന്ന നഗരത്തിലേക്ക് തൻ്റെ സഹോദരി അന്നയോടൊപ്പം താമസമാക്കി. ഏകദേശം 7 ലക്ഷത്തോളം മാത്രം ജനസംഖ്യ ഉണ്ടായിരുന്ന സ്ലിൻ പട്ടണത്തേക്കാൾ 350 മടങ്ങ് വലുപ്പമുള്ള നഗരമായിരുന്നു വിയന്ന. ആ സമയത്ത് സഹോദരി അന്നയുടെ പക്കൽ നിന്നും $10 തോമസ് കടം മേടിക്കുകയാണ്.
സ്ലിൻ പട്ടണത്തിൽ കുടുംബം സാധാരണക്കാർക്ക് ചെരുപ്പ് വിറ്റ പോലെ സ്ലിപ്പറുകൾ ഉണ്ടാക്കി വിൽക്കാനായിരുന്നു തോമസിൻ്റെ ശ്രമം. എന്നാൽ വിയന്ന വലിയ നഗരമാണ്. അവിടുത്തെ ആളുകൾ വഴിയോരങ്ങളിൽ നിന്നോ വീടുകളിലെല്ലാം കൊണ്ടുവന്ന് വിൽക്കുന്ന കച്ചവടക്കാരിൽ നിന്നോ ഒന്നും ചെരുപ്പുകൾ വാങ്ങിയിരുന്നില്ല. ചെരുപ്പ് പൊട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ചെരുപ്പ് മാറ്റണമെന്ന് തോന്നുന്ന സമയത്ത് അവർ കടയിൽ പോയിട്ടായിരുന്നു ചെരുപ്പെല്ലാം മേടിച്ചുകൊണ്ടിരുന്നത്. അധിക കാലമൊന്നും എടുത്തില്ല. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മോഡലിൻ്റെ പരാജയം തോമസിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഇനി എന്തു ചെയ്യും? ആകെ അറിയാവുന്നത് ഈ തൊഴിലാണ്. തിരിച്ചെന്തായാലും നാട്ടിലേക്ക് തന്നെ മടങ്ങിയ തോമസ് സ്ലിൻ പട്ടണത്തിൽ തൻ്റെ കുടുംബം നിർമ്മിക്കുന്ന ചെരുപ്പുകൾ വിയന്ന നഗരത്തിലെ സ്റ്റോറുകൾക്ക് ബൾക്കായിട്ട് വിറ്റാൽ എന്താണ് എന്ന് ചിന്തിക്കുകയാണ്. കാരണം തൻ്റെ നാട് പോലെയല്ല, ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ്. വിളവെടുപ്പ് സമയത്ത് മാത്രമല്ല ചെരുപ്പിൻ്റെ വിൽപ്പന നടക്കുക, സ്റ്റോറുകളിൽ ഹോൾസെയിലേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഈ ആശയം തോമസ് അച്ഛനോടും പറഞ്ഞു. അച്ഛൻ അനുവാദവും മൂളി. അങ്ങനെ സ്ലിൻ പട്ടണത്തിൽ ഉണ്ടാക്കിയ ചെരുപ്പുകൾ വിയന്ന നഗരത്തിലെ സ്റ്റോറുകളിൽ വിൽക്കാൻ വലിയ രീതിയിൽ തോമസിന് കഴിയാണ്. ചെരുപ്പിൻ്റെ മികച്ച ക്വാളിറ്റിയും കച്ചവടക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മാർജിനും മാത്രമായിരുന്നില്ല, തോമസിൻ്റെ കച്ചവട മികവും ബിസിനസ് വർദ്ധിക്കാൻ വലിയൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. സ്റ്റോറുകളിൽ ചെരുപ്പ് വിറ്റ് തിരികെ വരുന്ന സമയത്ത് അടുത്ത 3 മാസത്തേക്ക് ആവശ്യമായ ചെരുപ്പുകളുടെ ഓർഡർ കൂടി തോമസ് നേടിയെടുക്കുമായിരുന്നു. ഇങ്ങനെ വിയന്ന പോലുള്ള ഒരു വലിയ നഗരത്തിലേക്ക് തൻ്റെ ചെറിയ ബിസിനസ് വ്യാപിപ്പിച്ച സമയത്ത് വലിയ ലാഭം ഉണ്ടാവാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ഇനിയും വളരണമെങ്കിൽ, പണം ഉണ്ടാക്കണമെങ്കിൽ, ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്നും അതിനായി ഒരു കമ്പനി തുടങ്ങണമെന്നും അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അങ്ങനെ 1894 അമ്മയുടെ മരണശേഷം സഹോദരങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ $320 ഉപയോഗിച്ച് തോമസ് ബാറ്റയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ആൻറ്റോൺ ബാറ്റയും സഹോദരി അന്നയും ചേർന്ന് ടി ബാറ്റ ഷൂ കമ്പനി എന്ന പേരിൽ ഒരു ഫുട്വെയർ കമ്പനി ആരംഭിക്കുന്നു. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. ആദ്യകാലത്ത് ഇങ്ങനെയൊരു കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ വളരെ വലുതായിരുന്നു. ബാങ്കുകളിൽ നിന്നും ലോണെല്ലാം എടുത്തിട്ടാണ് കമ്പനിക്ക് ആവശ്യമായ മെഷീനുകളും അസംസ്കൃത വസ്തുക്കളും എല്ലാം മേടിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ കമ്പനിയിൽ 50ഓളം തൊഴിലാളികളുണ്ടായിരുന്നു. അവരുടെ ശമ്പളവും വലിയൊരു ബാധ്യതയായിരുന്നു. ആദ്യ സമയത്തെല്ലാം നോക്കുകയാണെങ്കിൽ മഞ്ഞ് കാലത്തെല്ലാം ഉപയോഗിക്കുന്ന തരം ഹെവി വെയ്റ്റ് ലെതർ ഷൂകളായിരുന്നു കമ്പനി പുറത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലങ്ങളിൽ ഇതിനുള്ള ഡിമാൻഡ് വളരെ കുറവായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് വർഷത്തിൽ ഒരു സമയത്ത് മാത്രമല്ലേ കച്ചവടം നടക്കുന്നുള്ളൂ. ആദ്യ വർഷം തന്നെ കമ്പനി എടുത്ത ലോണുകളൊന്നും തിരിച്ചടയ്ക്കാനാവാതെ കമ്പനി പാപ്പരാവുന്നതിൻ്റെ വക്കിലെത്തുകയാണ്. മുടക്ക് മുതലിൻ്റെ 10 ഇരട്ടി കടം കയറുകയാണ്. അതുകൂടാതെ 1895 ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നിർബന്ധിത സൈനിക സേവനത്തിന് വേണ്ടി തൻ്റെ വലങ്കൈയായിരുന്ന, അതായത് തോമസ് ബാറ്റയുടെ വലങ്കൈയായിരുന്ന സഹോദരൻ ആൻറ്റോണിൻ ബാറ്റയ്ക്ക് പോവേണ്ടിയുമിരുന്നു. ഈ സമയത്ത് തോമസ് ബാറ്റയുടെ ചുമതല ഇരട്ടിയായിട്ട് മാറുകയാണ്. എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധിയെ അതിജീവിക്കണം. പക്ഷേ എന്തു ചെയ്യും? ഉത്തരം ലളിതമായിരുന്നു. വേനൽക്കാലത്തും മഞ്ഞില്ലാത്തപ്പോഴും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരം ക്യാൻവാസ് ഷൂകൾ നിർമ്മിക്കണം. അങ്ങനെ വേനൽക്കാലത്ത് ധരിക്കാൻ സാധിക്കുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്, കോട്ടൺ, ലിനൻ എന്നിവയ്ക്കൊപ്പം ലെതർ സോൾ കൂടെ കൂട്ടിച്ചേർത്ത് ബാറ്റൗക്ക എന്ന ബ്രാൻഡിൽ ക്യാൻവാസ് ഷൂകൾ ഈ കമ്പനി പുറത്തിറക്കുകയാണ്. ലെതർ ഷൂവിനെ അപേക്ഷിച്ച് നോക്കിയാൽ 4-1 വില മാത്രമേ ഈ ചെരുപ്പുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ ക്യാൻവാസ് ഷൂവിന് ഉണ്ടായിരുന്നുള്ളൂ. കേൾക്കുമ്പോൾ നമുക്ക് പ്രതിസന്ധി തീർന്നു എന്നെല്ലാം തോന്നാം. എന്നാൽ പിന്നെയും പ്രശ്നങ്ങളുണ്ടായി. പരമ്പരാഗതമായി ലെതർ ഷൂകൾ മാത്രം വിറ്റുകൊണ്ടിരുന്ന കച്ചവടക്കാർക്കൊന്നും ബാറ്റ് ഉണ്ടാക്കിയ ഈ ക്യാൻവാസ് ഷൂകൾ വാങ്ങാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ലെതർ ഷൂകളെ അപേക്ഷിച്ച് ഇതിനെല്ലാം, അതായത് ഈ ക്യാൻവാസ് ഷൂകൾക്കെല്ലാം ക്വാളിറ്റി കുറവായിരുന്നു എന്നതായിരുന്നു അവർ മുന്നോട്ട് വെച്ച വാദം. പക്ഷേ ബാറ്റ നിരാശനായില്ല. അദ്ദേഹം ഈ ഷൂകൾ സാധാരണ റീറ്റെയിൽ സ്റ്റോറുകളിൽ വിൽപ്പനയ്ക്ക് വെക്കുകയാണ്. അന്നത്തെ കാലത്ത് ആദ്യമായിട്ടായിരിക്കും ഷൂ സ്റ്റോറുകളിലല്ലാതെ റീറ്റെയിൽ സ്റ്റോറുകളിൽ മറ്റുൽപ്പന്നങ്ങളുടെ കൂടെ വിൽപ്പനയ്ക്ക് വരുന്നത്. ഇത് വൻ വിജയമായി എന്ന് മാത്രമല്ല, കമ്പനിയിലേക്ക് പണം കുമിഞ്ഞു കൂടാനും ആരംഭിക്കുകയാണ്. ഇങ്ങനെ മാർക്കറ്റിനെ കുറിച്ച് മാത്രമായിരുന്നില്ല, തൻ്റെ ചുറ്റും നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ പറ്റിയെല്ലാം തോമസ് ബാറ്റയ്ക്ക് നല്ല അറിവുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു. അദ്ദേഹം കണ്ണു തുറന്ന് ചുറ്റും നോക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു എന്ന് എളുപ്പത്തിൽ നമുക്ക് പറയാം. കണ്ണു തുറക്കുന്നവർക്കാണ് അവസരങ്ങൾ കാണാൻ സാധിക്കുക എന്ന് നമുക്കറിയാം. അതുപോലെ ആ സമയത്ത് തൻ്റെ കമ്പനി പുറത്തിറക്കുന്ന ഷൂവും ചെരുപ്പുമെല്ലാം ഉണ്ടാക്കാൻ ട്രെയിൻ വഴിയായിരുന്നു അസംസ്കൃത വസ്തുക്കളെല്ലാം തന്നെ ബാറ്റ എത്തിച്ചിരുന്നത്. ചെരുപ്പുകൾ കയറ്റി അയക്കുന്നതും ട്രെയിൻ വഴി തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കമ്പനിയിലേക്കുള്ള യാത്രാ ചെലവ് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ബാറ്റ ചിന്തിക്കുകയാണ്. ആ സമയത്ത് തൻ്റെ നാട്ടിൽ വികസിച്ച് വരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ മുതലെടുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് ഫാക്ടറിയെ മാറ്റാമെന്നും അങ്ങനെ ചെലവ് കുറച്ച് മാർജിൻ അല്ലെങ്കിൽ ലാഭം കൂട്ടി വിൽക്കാമെന്നും അദ്ദേഹം ചിന്തിക്കുകയാണ്. വലിയ വിജയമാണ് ഈ കാര്യം ബാറ്റയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബാറ്റ പുറത്തിറക്കിയ ക്യാൻവാസ് ചെരുപ്പുകൾ പ്രശസ്തമാകാൻ തുടങ്ങിയൊരു സമയമായിരുന്നു. വിയന്നയിൽ നിന്നും മാത്രമല്ല, മറ്റ് നഗരങ്ങളിൽ നിന്നും ഇവർക്കുള്ള ഓർഡറുകൾ വർദ്ധിച്ചു വരികയാണ്.
ആ സമയത്ത് സ്ലിൻ പട്ടണത്തിലെ മിക്ക ചെരുപ്പ് നിർമ്മാതാക്കളെയും പോലെ ബാറ്റ കമ്പനിയും യന്ത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നില്ല, മറിച്ച് തൊഴിലാളികൾ മാനുവലായിട്ടായിരുന്നു ചെരുപ്പുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കൂടുതൽ ഓർഡറുകൾ എത്തിത്തുടങ്ങിയാൽ എന്താണ് സംഭവിക്കുക? മാനുവലായിട്ടുള്ള നിർമ്മാണം കൊണ്ട് ഓർഡറുകൾ കൃത്യസമയത്ത് എത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഈ അവസ്ഥ ബാറ്റയ്ക്കും വന്നു ചേരുന്നു. ഇതിനൊരു പരിഹാരം അന്വേഷിച്ച തോമസ് ബാറ്റ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് പട്ടണത്തിലുള്ള മൊയ്നസ് AG എന്ന മെഷീൻ നിർമ്മാണ കമ്പനി സന്ദർശിച്ചു. അവിടെ വെച്ച് ചെരുപ്പ് നിർമ്മാണ മേഖലയിൽ നീരാവി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന യന്ത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇനി എളുപ്പമാണ്, പെട്ടെന്ന് ചെരുപ്പുകൾ ഉണ്ടാക്കാം. പക്ഷേ അപ്പോഴും പ്രതിസന്ധി ഉണ്ടായി. മേൽപ്പറഞ്ഞ യന്ത്രങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ പവർ പ്ലാന്റ് അടക്കമുള്ള സൗകര്യങ്ങൾ പിന്നെയും സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇത് ചിലവേറിയ കാര്യമാണ്. എന്നാൽ കുറച്ച് ചെലവ് അധികമായാലും ഉൽപ്പന്നത്തിന് ആവശ്യക്കാർ ഏറെയുള്ള സമയത്ത് ഉൽപ്പാദനം കൂട്ടിയാൽ തെറ്റില്ല എന്ന് ബാറ്റ തിരിച്ചറിഞ്ഞു. കാരണം അന്നത്തെ ആധുനിക യന്ത്രങ്ങൾ അവരുടെ ചെരുപ്പ് നിർമ്മാണം 1000 മടങ്ങ് വേഗത്തിലാക്കും. അത് പ്രൊഡക്ഷൻ കൂട്ടുമെന്ന് മാത്രമല്ല, തൊഴിലാളികളുടെ കഠിനാധ്വാനവും എണ്ണവും കുറയ്ക്കുന്നതാണ്. എന്തായാലും 1897 ഇത്തരം സംവിധാനങ്ങൾ തൻ്റെ ഫാക്ടറിയിൽ കൊണ്ടുവരാൻ ബാറ്റയ്ക്ക് സാധിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടും അവസാനിച്ചില്ല. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ബിസിനസ് ചെയ്യാൻ തോമസ് ബാറ്റ ശ്രദ്ധിച്ചിരുന്നു. അതായത് കുറച്ച് പണം വന്നപ്പോൾ അലസമായി മാറിയിരിക്കാതെ അദ്ദേഹം പഠനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ചെരുപ്പ് നിർമ്മാണ വ്യവസായം നോക്കുകയാണെങ്കിൽ അമേരിക്ക എന്ന രാജ്യം മറ്റ് രാജ്യങ്ങളെക്കാൾ ഏറെ മുന്നിലായിരുന്നു. ഇത് തോമസ് ബാറ്റ തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, ഇങ്ങനെ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1905 അദ്ദേഹം അമേരിക്കയിൽ എത്തിച്ചേർന്നു. ഒറ്റയ്ക്കായിരുന്നില്ല യാത്ര. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും കാണാനും പഠിക്കാനും സാധിച്ചു എന്ന് വരില്ല. തോമസ് ബാറ്റയും അദ്ദേഹത്തിൻ്റെ 3 തൊഴിലാളികളുമാണ് അമേരിക്കയിലെ ഷൂ സിറ്റി എന്നറിയപ്പെടുന്ന ബോസ്റ്റണിലെ ലിൻ എന്ന പട്ടണത്തിൽ എത്തിച്ചേരുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. അമേരിക്കയിലെ തൊഴിലാളികൾ 8 മണിക്കൂർ കൊണ്ട് 1200ഓളം ജോഡി ചെരുപ്പുകൾ നിർമ്മിക്കുന്ന സമയത്ത് ജർമ്മനിയിലെയോ മറ്റ് യൂറോപ്യൻ രാജ്യത്തോ ഒക്കെയുള്ള തൊഴിലാളികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 10 മണിക്കൂറിൽ വെറും 100 ജോഡി ചെരുപ്പ് മാത്രമേ അവർ നിർമ്മിക്കുന്നുള്ളൂ. കൂടുതൽ സമയമെടുക്കുകയാണ്. 10-1 ചെരുപ്പ് മാത്രമാണ് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? അമേരിക്കയിൽ ഇലക്ട്രിക് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ചെരുപ്പ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം സ്റ്റീം, അതായത് ആവി യന്ത്രങ്ങളാണ് യൂറോപ്പിൽ ഉപയോഗിച്ച് വരുന്നത്. അങ്ങനെ അമേരിക്കൻ മോഡലിലുള്ള യന്ത്രങ്ങളുടെ പ്രത്യേകത തോമസ് ബാറ്റ തിരിച്ചറിയുകയും തൻ്റെ ഫാക്ടറിയിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിയാണ്. ബാറ്റ കമ്പനിയുടെ പ്രൊഡക്ഷൻ വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. 1905 ഓരോ ദിവസവും 2200 ജോഡി ഷൂ വീതം നിർമ്മിക്കുന്ന യൂറോപ്പിലെ തന്നെ നമ്പർ 1 ഷൂ കമ്പനിയായിട്ട് ബാറ്റ അതോടെ മാറുകയാണ്. 1907 ആയപ്പോഴേക്കും സ്ലിൻ പട്ടണത്തിൽ മാത്രം 5ഓളം ഷൂ നിർമ്മാണ ഫാക്ടറികൾ ബാറ്റയ്ക്ക് ഉണ്ടായിരുന്നു. ബാറ്റയുടെ ഈ വളർച്ച ആ കമ്പനിയെ മാത്രമായിരുന്നില്ല, സ്ലിൻ എന്ന ചെറു പട്ടണത്തെയും അടിമുടി മാറ്റിമറിക്കുകയാണ്. ആ ചെറുപട്ടണം വലിയ നഗരമായിട്ട് മാറി. മെച്ചപ്പെട്ട റെയിൽ, ടെലിഫോൺ, ഇലക്ട്രിസിറ്റി സൗകര്യങ്ങളെല്ലാം തന്നെ അവിടങ്ങളിലേക്ക് വലിയ രീതിയിൽ എത്താൻ തുടങ്ങി. 1900 തന്നെ കമ്പനിയുടെ 2 ഷെയറുകളും തോമസ് ബാറ്റയ്ക്ക് സ്വന്തമായിരുന്നു. 1908 സഹോദരൻ ആന്റോണിൻ ബാറ്റയുടെ മരണം കൂടി ആയ സമയത്ത് പൂർണ്ണമായിട്ടുള്ള കമ്പനിയുടെ ഉത്തരവാദിത്വവും അവകാശവും തോമസ് ബാറ്റയ്ക്ക് ലഭിക്കുകയാണ്. പിന്നീട് തോമസ് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരങ്ങളായ ജാൻ ബാറ്റ, ബോഹു ബാറ്റ എന്നിവരെ തനിക്കൊപ്പം ചേർത്ത് ബിസിനസ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. 1909 ജർമ്മനി, തെക്കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ ബാറ്റയ്ക്ക് തങ്ങളുടെ സെയിൽസ് ഏജൻസികൾ തുറക്കാൻ വേണ്ടി സാധിക്കുന്നു. 1910 ആയപ്പോഴേക്കും സ്ലിൻ എന്ന ചെറുപട്ടണം പ്രധാനമായിട്ടും ചെരുപ്പ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ വളരെ വലിയൊരു വ്യാവസായിക നഗരമായി തന്നെ ലോകമെമ്പാടും അറിയപ്പെടാൻ തുടങ്ങി. ഇതിൽ തന്നെ നമ്പർ 1 കമ്പനിയായതും ഈ നഗരത്തിൻ്റെ മാറ്റത്തിന് കാരണവും ബാറ്റ എന്ന കമ്പനി തന്നെയായിരുന്നു. 1912 600 ജീവനക്കാരുമായി രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ചെരുപ്പ് നിർമ്മാണ കമ്പനിയായിട്ട് ബാറ്റ മാറുകയാണ്. എന്നാൽ കാര്യങ്ങൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത പ്രതിസന്ധി വന്നു ചേരുന്നത്. 1914 ഒന്നാം ലോക മഹായുദ്ധം. ആ സമയത്ത് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ പല വ്യവസായങ്ങളും അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇല്ലാതെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാണ്. പലരും പൂട്ടിപ്പോവുക പോലും ചെയ്തു. ഇത് സ്വാഭാവികമായിട്ടും ബാറ്റ കമ്പനിയുടെ വിൽപ്പനയെയും ബാധിക്കുകയാണ്. എന്നാൽ യുദ്ധസമയത്ത് പിടിച്ചു നിൽക്കാനുള്ള വഴിയും ബാറ്റ അന്ന് തന്നെ കണ്ടെത്തുന്നുണ്ട്. മിലിറ്ററി ആവശ്യങ്ങൾക്കുള്ള ബോട്ടുകൾ നിർമ്മിക്കാൻ ആരംഭിക്കുക എന്നതായിരുന്നു അതിനൊരു പ്രതിവിധി. എന്നാൽ അന്നത്തെ കാലത്ത് ആസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിന് മിലിറ്ററി ഷൂകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള കരാർ മറ്റ് കമ്പനികൾക്കൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്റയ്ക്ക് പെട്ടെന്ന് മിലിറ്ററി ഷൂകൾ നിർമ്മിക്കാനുള്ള ബിസിനസ്സിലേക്ക് കടക്കാൻ സാധിക്കുന്നതല്ല. പക്ഷെ ബാറ്റ അതിനും ഒരു തന്ത്രം മെനഞ്ഞു. അദ്ദേഹം സമീപ പ്രദേശങ്ങളിലെല്ലാമുള്ള ഷൂ നിർമ്മാതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. തോമസ് ബാറ്റ അതിൻ്റെ ചെയർമാനുമായിട്ട് മാറി. പിന്നീട് ഓസ്ട്രിയയിലും ഹംഗറിയിലുമുള്ള മറ്റ് ഷൂ നിർമ്മാതാക്കളും
ഇവരുടെ അസോസിയേഷനിൽ ചേരുകയാണ്. അങ്ങനെ ഷൂ നിർമ്മാതാക്കൾ സംഘടിച്ച സമയത്ത് അവർക്ക് മിലിറ്ററി ഷൂകൾ നിർമ്മിക്കാനുള്ള കോൺട്രാക്റ്റ് കൊടുക്കുക എന്നതല്ലാതെ ഗവൺമെൻറ്റിന് മുന്നിൽ മറ്റ് വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ബാറ്റയ്ക്കും കരാർ ലഭിക്കുകയാണ്. ഇവിടെ ബാറ്റയ്ക്ക് ലഭിച്ചത് പുതിയ മിലിറ്ററി ട്രൂപ്പിലേക്ക് 50,000 ജോഡി ഷൂ നിർമ്മിക്കാനുള്ള കോൺട്രാക്റ്റ് ആയിരുന്നു. യുദ്ധസമയത്ത് പട്ടാളക്കാർക്ക് വേണ്ട ഉൽപ്പന്നമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടാളക്കാർക്ക് വേണ്ട സാധനങ്ങൾ ഏത് സമയത്താണെങ്കിലും നിർബന്ധമായിട്ടും വേണ്ടതാണ്. അതുകൂടാതെ ഇതിൻ്റെ നിർമ്മാണത്തിലോ വിതരണത്തിലോ പ്രശ്നങ്ങൾ നേരിടാതിരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാറ്റ കമ്പനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ലാഭമെല്ലാം ഈ കോൺട്രാക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ട് മാത്രം കമ്പനി മുന്നോട്ട് പോവില്ല എന്നും വില അല്പം കുറച്ചാലും ലാഭം അല്പം കുറഞ്ഞാലും സാധാരണക്കാർക്കും ഷൂ വിൽക്കണമെന്നും ബാറ്റ തീരുമാനിക്കുകയാണ്. പക്ഷേ യുദ്ധസമയത്ത് ലെതർ പോലുള്ള ചെരുപ്പ് നിർമ്മാണത്തിൻ്റെ അവശ്യവസ്തുക്കൾ ലഭ്യമാവുന്നത് കുറഞ്ഞതോടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ലെതർ ഷൂകളുടെ നിർമ്മാണത്തിന് ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തി. കാരണം പട്ടാളക്കാർക്ക് ഇവിടെ സാധനം കിട്ടാനില്ല. പട്ടാളക്കാർക്ക് കിട്ടിയാൽ മാത്രമേ യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാർ തൽക്കാലം ചെരുപ്പിടണ്ട എന്ന തീരുമാനമാണ് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന ലെതർ പോലുള്ള വസ്തുക്കൾ മിലിറ്ററി ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നതായിരുന്നു ആ വ്യവസ്ഥ. എന്നാൽ സാധാരണക്കാർക്ക് ഷൂ വിറ്റിട്ടില്ല എങ്കിൽ കമ്പനി പ്രതിസന്ധിയിലേക്ക് പോകുന്നതാണ്. ഈ സമയത്ത് എന്ത് ചെയ്യും? ബാറ്റ പുതിയ തന്ത്രങ്ങൾ മെനയാണ്. അവർ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മരത്തിൻ്റെ സോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചെരുപ്പുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. അങ്ങനെ മിലിറ്ററി ഷൂകളും അതോടൊപ്പം സാധാരണക്കാർക്കുള്ള ഷൂകളും നിർമ്മിച്ചുകൊണ്ട് യുദ്ധസമയത്ത് ബാറ്റ മറ്റ് കമ്പനികളെക്കാൾ ലാഭമുണ്ടാക്കുകയാണ്. 1918 ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓസ്ട്രിയൻ ഹംഗേറിയൻ സാമ്രാജ്യം പല രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. അതോടുകൂടി സ്ലിൻ എന്ന ഈ ചെറുപട്ടണം ചെക്ക് റിപ്പബ്ലിക് എന്ന രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് മാറി. എന്നാൽ യുദ്ധക്കെടുതികൾക്ക് ശേഷം പിറവിയെടുത്ത രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം തന്നെയായിരുന്നു. ഷൂ കമ്പനികൾ ഉൾപ്പെടെയുള്ള വ്യവസായങ്ങളിൽ കച്ചവടം കുറയുകയും തൊഴിലാളികളെ പിരിച്ചുവിടേണ്ട അവസ്ഥയും വന്നു. ബാറ്റയുടെ കച്ചവടവും 80% കുറയാണ്. കാരണം യുദ്ധം കഴിഞ്ഞു നിൽക്കുകയാണ്. ജനങ്ങൾക്ക് ജോലിയില്ല, വരുമാനമില്ല, അവർക്ക് ഭക്ഷണമാണ് വേണ്ടത്. അതുകൊണ്ട് ഷൂ പിന്നീടാമെന്ന തീരുമാനത്തിൽ പലരും എത്തിച്ചേർന്നു. ഇത് ബാറ്റയുടെ കച്ചവടം ഇടിയാനും വലിയൊരു കാരണമായിട്ട് മാറി. പക്ഷേ ബാറ്റ ആ സമയത്തും യുദ്ധസമയത്ത് തൻ്റെ കമ്പനിക്ക് കിട്ടിയ വലിയ ലാഭം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് വിപുലീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ചെരുപ്പ് നിർമ്മാണം മാത്രമല്ല, ചെരുപ്പ് വിൽക്കാനുള്ള റീറ്റെയിൽ സ്റ്റോറുകളും 1917 മുതൽ തന്നെ ബാറ്റ കമ്പനി തുടങ്ങിയിരുന്നു. 1918 യൂറോപ്പിൽ ഉടനീളം 18 ബാറ്റ സ്റ്റോറുകളാണ് തുറക്കപ്പെടുന്നത്. അങ്ങനെ യുദ്ധത്തിന് ശേഷം മറ്റ് കമ്പനികൾ നഷ്ടത്തിലായപ്പോഴും ബാറ്റ അവരുടെ ബിസിനസ് വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് തോമസ് ബാറ്റ അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളും സന്ദർശിക്കുന്നുമുണ്ട്. അങ്ങനെയാണ് 1920 തൻ്റെ കമ്പനി ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് റബ്ബർ, ലെതർ പോലുള്ള വസ്തുക്കൾ അന്വേഷിച്ചുകൊണ്ട് തോമസ് ബാറ്റ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അദ്ദേഹം പക്ഷേ ഇന്ത്യയിലും ബിസിനസ് കാണുകയാണ്. ഇന്ത്യയിൽ നോക്കിയ സമയത്ത് ഏകദേശം 35 കോടിയോളം ജനങ്ങളുള്ള രാജ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ 1 കോടിയോളം ജനങ്ങളോ മറ്റോ മാത്രമായിരുന്നു ചെരുപ്പ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് ചെരുപ്പിനൊരു മാർക്കറ്റ് ഇല്ല എന്നല്ല ഇദ്ദേഹം കരുതിയത്. ഇത്രയും പേർ ചെരുപ്പ് ഇടുന്നില്ല. അതുകൊണ്ട് ചെരുപ്പ് വിൽക്കാൻ, അധികമായിട്ട് വിൽക്കാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം തിരിച്ചറിയുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് മിതമായ ചെലവിൽ ചെരുപ്പുണ്ടാക്കി നൽകാൻ ആരംഭിച്ചാൽ 35 കോടി ജനങ്ങളുള്ള വലിയൊരു മാർക്കറ്റാണ് തനിക്ക് ലഭിക്കാൻ പോവുക എന്ന് ബാറ്റ കണക്കുകൂട്ടി. ആ സമയത്ത് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് ജപ്പാനിൽ നിന്നുമാണ് ചെരുപ്പുകൾ എത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല ജപ്പാനാണ് ചെക്ക് റിപ്പബ്ലിക്കിനെ വെച്ച് നോക്കിയാലും ഇന്ത്യയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്റ കമ്പനിക്ക് അവരുടെ രാജ്യത്ത് നിന്ന് ചെരുപ്പുകൾ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ജപ്പാനേക്കാൾ ചെലവേറിയൊരു കാര്യമാണ്. 1929 ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി തീരുവയും നന്നായിട്ട് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും ഇറക്കുമതി ചെയ്യാതെ ഇന്ത്യയിൽ തന്നെ സ്വന്തമായി ചെരുപ്പ് നിർമ്മിച്ചാൽ എന്താണ് എന്നായിരുന്നു ബാറ്റ ചിന്തിച്ചത്. അതേ കാര്യവും നടപ്പിലാവുകയാണ്. 1931 കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിക്കരയിൽ ബാറ്റയുടെ ഒരു വർക്ക്ഷോപ്പ് ആരംഭിക്കുകയാണ്. തോമസ് ബാറ്റ ആദ്യമായിട്ട് 1920 ഇന്ത്യയിൽ എത്തുന്നത് ഒരു ബോട്ടിലായിരുന്നു. എന്നാൽ 1932 ഫാക്ടറി തുടങ്ങാൻ അദ്ദേഹം എത്തുന്നത് സ്വന്തം വിമാനത്തിലായിരുന്നു. എന്തായാലും അദ്ദേഹം ഹൂഗ്ലി നദിയുടെ തീരത്ത് തന്നെ കുറച്ച് സ്ഥലം വാങ്ങുകയും ആ സ്ഥലത്ത് ഒരു ഫാക്ടറി തുടങ്ങുകയും ചെയ്തു. പിന്നീട് ആ സ്ഥലം അറിയപ്പെട്ടത് ബാറ്റ നഗർ എന്ന പേരിലായിരുന്നു. ഇതേ വർഷം തന്നെ 1932 ഒരു പ്ലെയിൻ അപകടത്തിൽ തോമസ് ബാറ്റ മരണപ്പെട്ടു. എന്നാൽ അദ്ദേഹം നിർമ്മിച്ചു വെച്ചത് ഒരു വ്യക്തി കേന്ദ്രീകൃത കമ്പനി ആയിരുന്നില്ല. നാളെ താനില്ല എങ്കിലും പ്രവർത്തിക്കേണ്ടിയിരുന്ന ഒരു കമ്പനിയായിരുന്നു. ജാൻ ആന്റോണിൻ ബാറ്റ കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം 1933 ആയപ്പോഴേക്കും ഇന്ത്യയിൽ ഒട്ടാകെ ബാറ്റയുടെ 86ഓളം സ്റ്റോറുകൾ ആരംഭിച്ചു.
1936 സ്കൂൾ കുട്ടികൾക്കുള്ള സ്നീക്കർ ഷൂ ബാറ്റ ടെന്നീസ് എന്ന പേരിൽ അവർക്ക് പുറത്തിറക്കാൻ സാധിച്ചു. ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്തെടുത്ത ഒരു ഉൽപ്പന്നമായിരുന്നു. അങ്ങനെ എന്തായാലും പതിയെ പതിയെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ ബാറ്റയ്ക്കായി. 1942 രണ്ടാമത്തെ ഫാക്ടറി അവർ ബീഹാറിൽ ആരംഭിച്ചു. ആ പ്രദേശത്തിൻ്റെ പേര് പിന്നീട് ബാറ്റ ഗഞ്ച് എന്നായിട്ട് മാറുന്നുണ്ട്. 1950 നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഹവായി എന്നു പേരുള്ള ഒരു സ്ലിപ്പർ ബ്രാൻഡ് ബാറ്റ പുറത്തിറക്കുകയാണ്. ആ ചപ്പലുകൾ ഇന്ത്യയിൽ വൻ ഹിറ്റായി. അതോടുകൂടി ലക്ഷക്കണക്കിന് ഇന്ത്യൻ വീടുകളിൽ ബാറ്റ എന്നുള്ള പേര് സുപരിചിതമായിട്ട് മാറി. 1955 48 ലക്ഷത്തോളം ലെതർ ചെരുപ്പുകളും 1.4 കോടിയോളം റബ്ബർ ചെരുപ്പുകളും ബാറ്റ വിറ്റഴിച്ചു. 1960 ആയപ്പോഴേക്കും ഇന്ത്യയിലുടനീളം 780ഓളം സ്റ്റോറുകളും ആകെ 2.4 കോടിയോളം ചെരുപ്പുകളും ഷൂകളും വിറ്റഴിക്കുന്ന ഒരു ബ്രാൻഡായിട്ട് ബാറ്റ മാറുകയാണ്. എന്നാൽ 1960 മുതൽ തന്നെ ഒരു പ്രതിസന്ധി ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അത് പ്രകടമായി തുടങ്ങിയത് 1980കളിലായിരുന്നു. ഇന്ത്യയിൽ ഗോള ഷൂസ്, ലിബർട്ടി, പാരഗൺ, ഗാദിം എന്നീ ലോക്കൽ ബ്രാൻഡുകൾ വളരെ വലിയ രീതിയിലാണ് ഉയർന്നു വരാൻ തുടങ്ങുന്നത്. അവരിൽ നിന്ന് വളരെ കടുത്ത മത്സരവും ബാറ്റയ്ക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ ബാറ്റ ഇതിനെയെല്ലാം അതിജീവിച്ചു. അതിൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 5 കാരണങ്ങളാണ്. ഒന്ന്, ജനങ്ങളുടെ വിശ്വാസവും പാരമ്പര്യവും. വേറെ ഏത് ബ്രാൻഡ് വന്നാലും 1931 മുതൽ തന്നെ ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിലുള്ള ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ബ്രാൻഡാണ് ബാറ്റ എന്ന് പറയുന്നത്. 2, വൈവിധ്യതയാണ്. കാഷ്വൽ ആണെങ്കിലും ഫോർമൽസ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എത്നിക് ആണെങ്കിലും എല്ലാ വിഭാഗത്തിലും വിവിധ തരം പ്രൊഡക്റ്റുകൾ ബാറ്റയുടെ പക്കലുണ്ടായിരുന്നു. മറ്റ് ബ്രാൻഡുകൾ, ഉദാഹരണത്തിന് പാരഗണിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ചപ്പലുകളായിരുന്നു ജനങ്ങൾക്ക് പ്രിയം. പക്ഷേ ബാറ്റയുടെ കാര്യത്തിൽ അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. 3, ഗുണമേന്മയും വിലക്കുറവും. ബാറ്റ കമ്പനി താങ്ങാവുന്ന വിലയുള്ള ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടിരുന്നത്. മറ്റ് ഇന്ത്യൻ ബ്രാൻഡുകളുടെ കാര്യം നോക്കിയാൽ വിലയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ബാറ്റയുമായിട്ട് മത്സരിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം ക്വാളിറ്റിയിൽ പലർക്കും അടിപതർന്നുണ്ട്. 4, മികച്ച വിതരണ ശൃംഖല. ഇന്ത്യയിൽ ഒട്ടാകെ നഗരത്തിലും ഗ്രാമങ്ങളിലുമായിട്ട് 1800ഓളം റീറ്റെയിൽ സ്റ്റോറുകളാണ് ബാറ്റയ്ക്കുള്ളത്. പുതിയ ഏത് അഭിരുചി ജനങ്ങൾക്കിടയിൽ വന്നാലും വേഗത്തിൽ അത് മാർക്കറ്റിൽ എത്തിക്കാൻ മറ്റേത് ബ്രാൻഡിനേക്കാളും ബാറ്റയ്ക്ക് സാധിക്കുന്നതാണ്. 5, മികച്ച പരസ്യങ്ങൾ. ആദ്യകാലങ്ങളിൽ ചെരുപ്പ് ധരിക്കാത്തതിൻ്റെ ഭവിഷ്യത്തുകളെപ്പറ്റി ഓർമ്മിപ്പിക്കുന്ന പരസ്യങ്ങൾ ബാറ്റ പുറത്തിറക്കിയിരുന്നു. കാരണം ആദ്യം ചെരുപ്പ് എന്താണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയില്ല. അവരെ ചെരുപ്പ് എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി അതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയ ശേഷമാണ് തങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം പരസ്യങ്ങൾ അവർ പുറത്തിറങ്ങുന്നത്. 1938 പുറത്തിറങ്ങിയ ഒരു പരസ്യമുണ്ട്. ചെരുപ്പ് ധരിച്ചില്ലെങ്കിൽ ടെറ്റനസ് പോലുള്ള അസുഖങ്ങൾ പിടിപെടാമെന്നും അത് നിങ്ങളുടെ മരണത്തിന് തന്നെ കാരണമാകാമെന്നുമുള്ള ബോധവൽക്കരണം കൂടിയായിരുന്നു ഈ പരസ്യം. പിന്നീട് 1970കളിലും 1980കളിലും 90കളിലും ഫസ്റ്റ് ബാറ്റ ദെൻ സ്കൂൾ എന്ന ടാഗ് ലൈനോട് കൂടിയുള്ള പരസ്യങ്ങൾ ഇറങ്ങിയിരുന്നു. അതായത് മാറുന്ന കാലത്തിനനുസരിച്ച് അവരുടെ മാർക്കറ്റിങ്ങിലും അഡ്വർടൈസ്മെൻറ്റിലും മാറ്റങ്ങൾ വരുത്താനും ബാറ്റ പരിശ്രമിക്കുന്നുണ്ട്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഈ 5 കാരണങ്ങൾ കൊണ്ടാണ് ബാറ്റ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നത്. പക്ഷേ 1976 തുടങ്ങിയ റിലാക്സോ എന്ന കമ്പനി വർഷങ്ങൾക്ക് ശേഷം 2021 ബാറ്റയെ മറികടന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന കമ്പനിയായിട്ട്, ഷൂ കമ്പനിയായിട്ട് മാറുന്നുണ്ട്. അതുവരെയുള്ള തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിലെല്ലാം ബാറ്റയ്ക്ക് തന്നെയായിരുന്നു കൂടുതൽ വരുമാനവും ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കിയാലും ഓരോ വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ പോലും ബാറ്റ കമ്പനിയുടെ വരുമാനം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ നമുക്ക് ലഭ്യമായിട്ടുള്ള 2024 വർഷത്തിലെ ഒന്നാമത്തെ ക്വാർട്ടറിൽ ബാറ്റയുടെ ലാഭത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 63% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 100 വർഷത്തിന് ഇപ്പുറവും ബാറ്റ എന്ന ബ്രാൻഡിനോടുള്ള വിശ്വാസ്യതയും ഇന്ത്യൻ ജനങ്ങൾ കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴും വർദ്ധിച്ചു വരുന്ന വിൽപ്പനകൾ സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ എന്താണെങ്കിലും തോമസ് ബാറ്റയുടെയും ബാറ്റ കമ്പനിയുടെയും കഥയിൽ നിന്ന് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനും പണമുണ്ടാക്കാനും വേണ്ട വീക്ഷണങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ ചരിത്രത്തിൽ നിന്ന് തോമസ് ബാറ്റ ഉപയോഗിച്ച തന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഗുണപാഠങ്ങൾ എന്താണ് എന്ന് നിർബന്ധമായിട്ടും ഓരോരുത്തരും കമൻറ്റിൽ എഴുതണം. കാരണം പലർക്കും മനസ്സിലായിട്ടുള്ളത് പലതായിരിക്കാം. അപ്പോൾ ഒരുപാട് പേർക്ക് ഗുണമായിട്ട് മാറാൻ നിങ്ങളുടെ കമൻറ്റുകൾക്ക് സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൗജന്യമായിട്ട് AI ടൂളുകളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ലിങ്കും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. കോഴ്സിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കിട്ടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ട ലിങ്കും കമൻറ്റിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.